അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരുത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു. അവന്റെ മനസ്സ് കർത്താവിന്റെ നിയമത്തിലാണ്. അവിടുത്തെ നിയമത്തെ പറ്റി അവൻ രാവുകൾ ധ്യാനിക്കുന്നു. അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും. അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ്. അതിന്റെ ഇലകൾ കൊഴിയുന്നില്ല. യഥാകാലം അത് ഫലം തരുന്നു. ദുഷ്ടരോ എന്നാൽ അങ്ങനെയല്ല. കാറ്റിൽ പറക്കുന്ന പതിര് പോലെയാണവർ. ന്യായവിധിയിൽ ദുഷ്ടർ ഉറച്ചു നിൽക്കുകയില്ല. പാപികൾ നീതിനിഷ്ഠരുടെ സമൂഹത്തിലും. കർത്താവ് നീതിനിഷ്ഠരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ വഴിയോ നാശമടയുന്നു. ജനങ്ങൾ എന്തിനാണ് കലഹിച്ചത്? ജനങ്ങൾ എന്തിനാണ് വ്യർത്ഥകാര്യം വിചാരിച്ചത്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും അണിചേർന്നു. അവരൊന്ന് ചേർന്ന് ആലോചിച്ചു. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും അണിനിരന്നു. അവരൊന്ന് ചേർന്ന് ആലോചിച്ചു. അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. അവിടുന്ന് അവരെ പരിഹസിക്കുന്നു. കർത്താവ് അവരോട് കോപത്തോടെ അരുൾ ചെയ്യുന്നു. ക്രോധത്താൽ അവരെ ഭയപ്പെടുത്തുന്നു. എന്റെ ഉടമ്പടി പ്രഘോഷിക്കാൻ വിശുദ്ധമലയായ സഹിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. കർത്താവിനോട് അരുൾ ചെയ്തു, നീ എന്റെ പുത്രനാകുന്നു.
ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിക്കുക, ജനതകളെ അവകാശമായും ഭൂമിയുടെ അതിരുകളെ കൈവശമായും നിനക്ക് നൽകാം. ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ മേയ്ക്കും, കുശവന്റെ പാത്രങ്ങൾ പോലെ നീ അവരെ തകർക്കും. രാജാക്കന്മാരെ ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുവിൻ, ഭൂമിയിലെ അധിപന്മാരെ മനസ്സിലാക്കുവിൻ. ഭക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, ആദരപൂർവ്വം അവിടുത്തെ ആശ്ലേഷിക്കുവിൻ. കർത്താവേ, എന്നെ ഞെരുക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു, എനിക്കെതിരായി നിൽക്കുന്നവരും അനേകരാണല്ലോ. നിന്റെ ദൈവത്തിൽ നിനക്ക് രക്ഷയില്ല എന്ന് എന്നോട് പറയുന്നവർ അനേകരാണ്. കർത്താവേ, അങ്ങാണ് എന്റെ തുണയും മഹത്വവും, എന്റെ ശിരസ് ഉയർത്തുന്നവരും അങ്ങു തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, വിശുദ്ധഗിരിയിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്തു, കർത്താവ് എനിക്ക് തുണയായി നിന്നു. എനിക്കെതിരെ അണിനിരക്കുന്ന 10,000-ങ്ങളെ ഞാൻ തെല്ലും ഭയപ്പെടില്ല. എന്റെ ദൈവമായ കർത്താവേ, എഴുന്നേറ്റ് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളെ പ്രഹരിക്കുകയും ദുഷ്ടരെ തകർക്കുകയും ചെയ്തു. രക്ഷ കർത്താവിന്റേതാകുന്നു, അങ്ങയുടെ അനുഗ്രഹം എന്നേക്കും അങ്ങയുടെ ജനത്തിനുള്ളതാണല്ലോ. ദൈവമേ, എന്റെ നീതിമാനായ രക്ഷക, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഞെരുക്കങ്ങളിൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു, എന്നോട് കരുണ തോന്നി എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. മനുഷ്യരെ, നിങ്ങൾ എന്റെ കീർത്തി എത്ര നാൾ മറച്ചു വയ്ക്കും? എത്ര നാൾ വിധിയെ സ്നേഹിക്കുകയും അസത്യം അന്വേഷിക്കുകയും ചെയ്യും? നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവിൻ, തിരഞ്ഞെടുക്കപ്പെട്ടവനെ കർത്താവ് തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്നെ ശ്രവിക്കും. കോപിച്ചാലും പാപം ചെയ്യരുതേ, ഹൃദയത്തിൽ സംസാരിക്കുവിൻ, കിടക്കയിൽ നിങ്ങൾ ധ്യാനിക്കുവിൻ. നീതിയുടെ ബലികൾ അർപ്പിക്കുവിൻ, കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവിൻ. നല്ലവനെ കാണിച്ചു തരാനും അവിടുത്തെ മുഖകാന്തി ഞങ്ങളിൽ പ്രസരിപ്പിക്കാനും ആരുണ്ട് എന്ന് ചോദിക്കുന്നവർ ഏറെയാണല്ലോ. ധാന്യവും വീഞ്ഞുമെണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം ആനന്ദം കർത്താവെ അങ്ങന്റെ ഹൃദയത്തിന് നൽകി. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, എന്നെ സമാധാനത്തിൽ വസിപ്പിക്കുന്നത് കർത്താവെ അങ്ങ് മാത്രമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരം അരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. അവിടുത്തെ മഹനീയ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങൾക്കായി മണ്ണിൽ പീഡകളേറ്റവനെ, മൃത്യുവരിച്ചവനെ, ഉദ്ധിതനീശോയെ, നിൻ തിരുനാമം സ്തുത്യർഹം, നിത്യവും ആരാധ്യം. ദൈവത്തിന് സ്തുതി യോഗ്യമാകുന്നു. തൻ പ്രിയ സ്നേഹിതരാം ശ്ലീഹരെ സാമോദം പാവന റൂഹായ ആയുധമണിയിച്ചു. ഈശോ മിശിഹ സ്തുത്യർഹൻ, നിത്യവും ആരാധ്യൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. റൂഹ നൽകിയതാ ആയുധമേന്തിയവർ ശത്രുവിനെതിരായി നിരരാം പോരാടി. ദൈവിക ബോധനമുലകത്തിൽ പരിചൊടു ഘോഷിച്ചു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരെ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏക
ഏറ്റുപറഞ്ഞതിമോഹനമാ സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസനെ നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങേ വാഴ്ത്തിയിടാം. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൻ ശ്രീഹായ മാർത്തോമായെ ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാ ദിവ്യമാരും സാക്ഷികളും ശ്ലീഹന്മാരും പ്രേഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കാം. സൽക്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാം. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാം. യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രഭാവമേറിയ ആകാശപരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രഭാവമേറിയ ആകാശപരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. തന്റെ ശക്തി പ്രഭാവത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നത മഹിമാനെ കുറിച്ച് അവിടുത്തെ പുകഴ്ത്തുവിൻ. കാരണനാഥത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും അവിടുത്തെ പുകഴ്ത്തുവിൻ. തപ്പുകളാലും മണ്ഡലങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ. കരുണാകരമായ കൈത്താളങ്ങളാൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ആരോടാരും ആർപ്പവിളിയാലും അവിടുത്തെ സ്തുതിക്കുവിൻ. ജീവജാലങ്ങളെല്ലാം കർത്താവിനെ പുകഴ്ത്തട്ടെ. എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മിശിഹായിൽ തൻ സുതരായ നരരെ മാറ്റിയ താതനെ വാഴ്ത്തിപ്പാടാം. മിശിഹായിൽ തൻ തൃത്വരഹസ്യം വെളിവാക്കിയിടും താതനെ വാഴ്ത്താം. മിശിഹായിൽ തൻ രക്ഷയും അറിവ് നൽകിയ താതനെ വാഴ്ത്തിപ്പാടാം. മണ്ണിൽ വന്നു പിറന്നവനാകും ഏകാത്മജനെ നിത്യം വാഴ്ത്താം. രക്ഷകനീശോ മിശിഹാതൻ തിരുനാമമഹത്വം വാഴ്ത്തിപ്പാടാം. ദൈവികദാനം മാനവനേകും പരിപാവനനാം റൂഹയെ വാഴ്ത്താം. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. സഹോദരരെ, പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. ശരീരം ഒന്നാണെങ്കിലും അതിന് പല അവയവങ്ങളുണ്ട്. അവയവങ്ങളെല്ലാം പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. അപ്രകാരമാണ് മിശിഹായും. ഒരേ ആത്മാവിൽ ഒരേ ശരീരത്തിൽ നാം മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. നാം യഹൂദരോ ഗ്രീക്കുകാരോ അടിമകളോ സ്വതന്ത്രരോ ആകട്ടെ, നമുക്കെല്ലാം പാനം ചെയ്യാൻ നൽകപ്പെട്ടത് ഒരേ ആത്മാവിനെയാണ്. കാരണം ശരീരം ഒരവയവമല്ല,
പലതാണ്. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ഭാഗമല്ലാതായി തീരുമോ? ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിന്റെ ഭാഗമല്ലെന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ഭാഗമല്ലാതാകുമോ? ശരീരം മുഴുവൻ കണ്ണായാൽ കേൾക്കുന്നതെങ്ങനെ? മുഴുവൻ ചെവിയായാൽ ഗന്ധമറിയുന്നതെങ്ങനെ? എന്നാൽ ദൈവം താൻ നിശ്ചയിച്ച പോലെ അവയവങ്ങൾ ഓരോന്നും ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാം കൂടി ഒരവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ ഇപ്പോൾ അവയവങ്ങൾ പലതെങ്കിലും ശരീരമൊന്ന്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും അതിരൂപതാധ്യക്ഷനുമായ മാർ യൗസേ മെത്രാപ്പോലിത്തായെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കം. ആമേൻ.